ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1:55 പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കാലം, ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യർക്കുള്ള സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. കുംഭക്കൂറുകാർക്കാണെങ്കിൽ, അതായത് അവിട്ടത്തിന്റെ അവസാനത്തെ പകുതിയും ചതയും പൂരോട്ടാതിയുടെ അവസാനത്തെ 3/4 ഭാഗം കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്കാണെങ്കിൽ പുതുവർഷത്തിൽ ഇവരെ തേടി എത്തുന്നത് പലവിധ നല്ല കാലങ്ങളും ഉണ്ടാവും. അതായത് വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ നല്ലതുപോലെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ ഗുണാനുഭവങ്ങൾ നന്നായി നടന്നു വരികയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതയും വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള സാധ്യതയും യാത്രകൾ കൊണ്ട് ഉപകാരം നീട്ടുവാനുള്ള സാധ്യതയും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിലും സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഏകദേശം ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത, ആ ഗ്യാപ്പിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു 2 മാസത്തെ കാലം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് എന്ന് വെച്ച് പറഞ്ഞാൽ ചിങ്ങമാസം പിറന്നു, ചിങ്ങമാസത്തിന് ശേഷം കന്നിമാസം തുലാമാസം അത്രയ്ക്ക് നന്നായിരിക്കില്ല എന്ന് പറയുന്നത്. അതായത് വൃശ്ചിക മാസത്തിന്റെ മധ്യത്തോടുകൂടി വീണ്ടും അവർക്ക് ഡെവലപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ നന്നായിരിക്കും, പിന്നീട് നമ്മൾ കുറച്ച് ഡൗൺ ആവും. പിന്നീട് അവിടെ നിന്ന് വീണ്ടും 2 മാസം ശേഷം വിപുലീകരിക്കുമായിട്ടുള്ള ഒരു ഉത്തമകരമായിട്ടുള്ള പൊസിഷനിലേക്ക് വരുവാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സാഫല്യങ്ങൾ പലതും, സന്താനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുവാനുണ്ടെങ്കിൽ അതും, വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ അതും, അതുപോലെ തന്നെ നല്ലൊരു ഭവനം കയറ്റണം, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കണം, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതും, പ്രത്യേകപരമായിട്ടുള്ള അവനവന്റെ ഇഷ്ടാനുസരണം ശ്രേയസ്സും അഭിവൃദ്ധിയും ഐശ്വര്യം കൈവരിക്കണം എന്ന് ശ്രദ്ധയോടുകൂടി നീങ്ങുന്നവർക്ക് ആ ശ്രദ്ധ തിരിക്കും അച്ചട്ടായിട്ട് വരുന്ന പറയുന്നത് അതിൽ വിജയം കരസ്ഥമാകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. ഏറ്റക്കുറച്ചിലുണ്ട്. വർഷത്തിൽ പൊതുവെ ഏറ്റക്കുറച്ചിലുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ചിങ്ങത്തിൽ കുറച്ച് സ്റ്റാർട്ടിങ് നല്ലതായിരിക്കും, പിന്നെ അവിടെ നിന്ന് കുറച്ച് ഡൗൺ ആവും, പിന്നെ വീണ്ടും കുറച്ച് കയറി ഇറങ്ങി വരും, പിന്നെയും കുറച്ച് ഡൗൺ. അങ്ങനെ കുറച്ചിലുള്ള ഒരു വർഷമായിരിക്കും ഇത്. കുറച്ച് പേരും കുറച്ച് ഡിമ്മാവും, കുറച്ച് പേരും കുറച്ച് ഡിമ്മാവും, അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലൂടെ പോകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. അതിനുള്ള പരിഹാര മാർഗവും ശാസ്താവിന് നീരാജ്, നെയ്വിളക്ക്, എള്ളുതിരി, അങ്ങനെയുള്ള ഓരോരോ വഴിപാടുകളെ മൂലം അതെല്ലാം കുറച്ച് വരുവാനുള്ള സാധ്യതയും, മഹാവിഷ്ണുവെങ്കിൽ പ്രതിദാനം ചെയ്യുന്ന യഥാശക്തി വഴിപാട് മൂല്യം അതിനെ തരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാത് മാസഫലത്തിൽ അതാതിന്റെ പരിഹാരം പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ പ്രായശ്ചിത്തം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ കൊണ്ട് നല്ല ഉണർവ് വരുവാനും ഉദ്ദിഷ്ട കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് തലത്തിൽ നല്ലൊരു അംഗീകാരം കിട്ടുവാനും പ്രശസ്തി വരുവാനും അതായത് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ വക്കാലത്ത് മറ്റുള്ള കാര്യങ്ങൾ, നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കേസ് വഴക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി വരുവാനുള്ള സാധ്യതയും, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് വഴക്കുകൾ മറ്റുള്ളതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിർത്തി തർക്കം, സ്വത്ത് ഷെയർ വയ്ക്കുക, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നത്തിനും പരിഹാരമായിട്ട് ഈ വർഷം അവസാനത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ് പറയുന്നത്. കേസ് വഴക്കുകളുടെ ഒരുപാട് കാലങ്ങളായിട്ട് നീണ്ടുകൊണ്ടിരുന്ന കേസ് വഴക്കെല്ലാം ഊരി വരുവാനുള്ള സാധ്യതകളും ഉണ്ട്. പുതുബന്ധു സമൂഹങ്ങൾ വരുവാണ്. പുതുബന്ധുക്കൾ വരണമെങ്കിൽ വിവാഹം നടക്കണം, എന്നാലേ പുതുബന്ധുക്കൾ വരുള്ളൂ. അങ്ങനെ പുതുബന്ധുത വരുവാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ കാണുന്നുണ്ട്. യഥേഷ്ടപരമായി ചിന്തിക്കുവാനും വിചാരിക്കുവാനും ഇഷ്ടം പോലെയുണ്ട്. അലോപ്പതി മേഖലയിലാണെങ്കിലും മെഡിസിൻ മേഖലയിലാണെങ്കിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്.
അതുപോലെ തന്നെ പൈലറ്റ് സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ചെറിയ വാഹനം തൊട്ട് വലിയ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരവരുടെ ഇമേജിനനുസരിച്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു പൊസിഷൻ കരസ്ഥമാക്കി പോകുന്നത് മൂലം അവനവൻ്റെ ഗുണാനുഭവങ്ങളും വൃത്തി സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള ഒരു മേൽക്കോമയിൽ ജീവിതത്തിലാണെങ്കിലും ജീവിത ശൈലിയിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യതയും ഈ ജീവിതശൈലി ഒരുപാട് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഈ വർഷത്തിന്റെ അവസാനത്തോടെ അവനവന്റെ ജീവിതശൈലിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജീവിതശൈലിയിൽ നിന്ന് പ്രത്യേകപരമായ ജീവിതശൈലി വരുമ്പോൾ അവിടെ ഒരു വെളിച്ചം തുറന്നു വരും. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രകാശം ഉണ്ടാവും. ആ പ്രകാശത്തിലൂടെയായിരിക്കും നമ്മൾ ഇനി പോകുന്നത് എന്നുള്ള ഒരു അനുഭവം കൂടി ഈ വർഷം നമ്മളെ പഠിപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു വർഷമാണ് ഇവർക്ക് പുതുവർഷമായിട്ട് വരുന്നത്. ഉന്നതതല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈവരിച്ചു വേണ്ട ഒരു വർഷം കൂടിയാണിത്. അതുപോലെ തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം നല്ല ഗുണമേന്മയുള്ള ഒരു വർഷവും കൂടിയായിരിക്കും. നമസ്കാരം.